ഭാവം, മകനോട് ഭഗവാന് വേറൊരു ഭാവം. ഇപ്പൊ ഭഗവാൻ എപ്പോഴും അങ്ങനെയാണല്ലേ. ഭഗവാൻ ആ പ്രഹ്ലാദനെ പിടിച്ച് മടിയിൽ വെച്ചു, തൻ്റെ കയ്യ് നേരെ പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ചു. അപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. എന്തിനാത്? അനുഗ്രഹിക്കുമ്പോൾ പല പ്രാർത്ഥനകളും ചെയ്യണ്ടേ. പ്രഹ്ലാദന്റെ തലയിൽ, പ്രഹ്ലാദം ഇപ്പൊ എവിടെ ഇരിക്കണത്? നരസിംഹമൂർത്തിയുടെ പറയണ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മനസ്സ് കാണുന്നുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. നരസിംഹമൂർത്തി ഇപ്പോൾ ശാന്ത നരസിംഹമൂർത്തിയാണ്. ആ നരസിംഹമൂർത്തിയുടെ മടിയിൽ ആരിയ്ക്കുന്നുണ്ട്? ഭക്തശിരോമണിയായ പ്രഹ്ലാദൻ ഇരിക്കുന്നുണ്ട്. ആ പ്രഹ്ലാദന്റെ തലയിലാണ് ഭഗവാൻ തൻ്റെ മനോഹരമായ താമരപ്പൂ പോലെയുള്ള കൈവച്ച് അനുഗ്രഹിച്ച് ഭഗവാൻ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോഴാണ് ഭഗവാന് മനസ്സിലായി തൻ്റെ കയ്യിൻ്റെ മുകളിൽ ആരോ കൈ വെച്ചിട്ടുണ്ട്. അതാരാ? നേരത്തെ ഭഗവാന് മനസ്സിലായി എൻ്റെ കാലിൽ ആരോ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഭഗവാൻ താഴത്തേക്ക് നോക്കിയപ്പോൾ ആരെയെ കണ്ടത്? പ്രഹ്ലാദനെ കണ്ടത്. ഇപ്പൊ ഭഗവാൻ ഇങ്ങനെ കണ്ണടച്ച് മടിയിരിക്കുന്ന പ്രഹ്ലാദന്റെ ശിരസിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ച് ഭഗവാൻ ഇങ്ങനെ ആലോചിക്കുക, എന്തൊക്കെ അനുഗ്രഹങ്ങളാ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്നല്ല ആലോചിക്കുമ്പോഴാണല്ലോ കണ്ണടക്കി. അങ്ങനെ നരസിംഹമൂർത്തി കണ്ണടച്ച് പ്രഹ്ലാദന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചപ്പോ ഭഗവാന് മനസ്സിലായി എൻ്റെ കയ്യിൻ്റെ മുകളിൽ ആരോ കൈവച്ചിട്ടുണ്ട്. അതാരാന്നറിയണ്ടേ? അല്ല, ഹിരണ്യകശിപുവിന്റെ കൂട്ടാളികൾ ആരെങ്കിലും വീണ്ടും